LDFിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വികസന മുന്നേറ്റ ജാഥയുടെ തെക്കൻ മേഖലാ ജാഥയ്ക്ക് ഇന്ന് തൃശൂർ ജില്ലയിൽ തുടക്കമാകും. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ജാഥ ക്യാപ്റ്റനും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് മാനേജറുമായ ജാഥ ഇന്ന് വൈകിട്ട് 5 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചേലക്കരയിൽ ഉദ്ഘാടനം ചെയ്യും. ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ ജില്ലയിലൂടെ പര്യടനം നടത്തുന്ന ജാഥ സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളും കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങളും ജനങ്ങളോട് വിശദീകരിക്കും. ജില്ലയിലെ 12 കേന്ദ്രങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകും. നാടിന്റെ വികസനത്തിനും മുന്നേറ്റത്തിനുമായി LDFിന്റെ കൊടിക്കീഴിൽ അണിനിരന്ന ആയിരങ്ങൾ. ഫെബ്രുവരി 1 മഞ്ചേശ്വരം മണ്ഡലത്തിൽ കുമ്പളയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത വടക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയ്ക്ക് ഉജ്ജ്വലമായ തുടക്കം. കാസർഗോഡിന്റെ തലസ്ഥാനത്ത് നുള്ളിപ്പാടിയിൽ ഒഴുകിയെത്തിയത് ആയിരങ്ങൾ. രണ്ടാം ദിനം LDFിന്റെ മുന്നണി പോരാളികളായ ജാഥ ക്യാപ്റ്റൻ MV ഗോവിന്ദൻ മാസ്റ്റർക്കും ജാഥാംഗങ്ങൾക്കും ഉദുമയുടെ ഹൃദയാഭിവാദ്യം. വടക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയെ ആവേശത്തോടെ എതിരേറ്റ കാഞ്ഞങ്ങാട്. തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ കാലിക്കടവിലെത്തിയപ്പോൾ സ്ത്രീകളും പ്രായമായവരും ഉൾപ്പെടെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് ജനാവലി ജാഥയെ സ്വീകരിച്ച് യാത്രയാക്കാനെത്തി. അതിജീവനത്തിന്റെ നാൾവഴികൾ താണ്ടി മതനിരപേക്ഷതയും ജനാധിപത്യത്തെയും തകർക്കാനുള്ള വിഷമാണ് വർഗീയ ശക്തികൾ പ്രയോഗിക്കുന്നതെന്നും വർഗീയതയ്ക്കെതിരെ പോരാട്ടം ശക്തമാക്കുമെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. വർഗീയ ശക്തികൾ എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ തെളിനീരുള്ള നമ്മുടെ ശുദ്ധജലം അത് മലിനപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒഴിക്കുന്ന വിഷം പോലെ ഈ കേരളത്തിലെ മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ജനതയെ തകർക്കുന്നതിന് ഉള്ള വിഷമാണ് യഥാർത്ഥത്തിൽ വർഗീയ ശക്തികൾ ഇവിടെ കേരളത്തിൽ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. മതനിരപേക്ഷ ഉള്ളടക്കത്തെയാണ് അത് തകർക്കുന്നത്. ജനാധിപത്യ സമീപനത്തെയാണ് അതില്ലായ്മ ചെയ്യുന്നത്. വിശ്വാസികളായതും തന്നെ വർഗീയവാദികളല്ല. വർഗീയവാദികൾക്ക് വിശ്വാസവുമില്ല. വർഗീയവാദികൾ വിശ്വാസം ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് വിശ്വാസികളെ ചേർത്ത് നിർത്തിക്കൊണ്ട് വർഗീയതയ്ക്കെതിരായ പോരാട്ടം സംഘടിപ്പിക്കാൻ നമുക്ക് കഴിയണം. അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. ജില്ലാതിർത്തിയായ കാലിക്കടവിൽ LDF നേതാക്കളുടെ നേതൃത്വത്തിൽ ജാഥയെ കണ്ണൂർ ജില്ലയിലേക്ക് സ്വീകരിച്ചു. 3 ദിവസം കണ്ണൂർ ജില്ലയിൽ ജാഥ പര്യടനം നടത്തും. 2 ദിവസം പിന്നിടുമ്പോൾ വടക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥ ജനപങ്കാളിത്തം കൊണ്ട് ജനമുന്നേറ്റ യാത്രയായി മാറുകയാണ്. ക്യാമറാമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ.